ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം മാറാത്തതാണ്. കർത്താവ് നമ്മളെ ഓരോ നാളും നടത്തുന്ന വിധം അസാധാരണമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വചനത്തിൽ പറയുമ്പോൾ ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ഇനി അതിനോട് നമ്മൾ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് നമ്മൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടില്ല. യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച പ്രവൃത്തിയെ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു ക്രൂശിൽ മരിച്ചു. യേശു എൻ്റെ പാപത്തിന് വില കൊടുത്തു. എൻ്റെ അകൃത്യങ്ങളെ, എൻ്റെ ബലഹീനതകളെ മുഴുവൻ അവൻ ക്രൂശിൽ ചുമന്ന് എന്നെ നീതീകരിച്ചു, എന്നെ മകനാക്കി തീർത്തു, എന്നെ മകളാക്കി തീർത്തു. ആ അറിവ് നാം പ്രാപിക്കുക എന്നതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ അറിവ് നമ്മളിൽ ലഭിക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ദൈവവചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കെട്ടുകൾ അഴിയുക, അല്ലെങ്കിൽ ഒരു കതക് തുറക്കുക. നമ്മളൊരു റൂമിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ഒരാളെ തുറക്കുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരാളെ അഴിച്ചുവിടുമ്പോൾ സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും അങ്ങനൊരു സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട്. നിശ്ചയമായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം അതിനകത്ത് നമ്മുടെ അവകാശമാണ്. പക്ഷേ എന്നാൽ അതിനപ്പുറമായൊരു സ്വാതന്ത്ര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു കെട്ടുകൾ അഴിക്കുക, അല്ലെങ്കിൽ കഥ തുറന്ന് പുറത്തു വരിക, ആ ഒരു സ്വാതന്ത്ര്യം എന്നതിനപ്പുറത്ത് നമുക്കറിയാം, മക്കൾക്ക് സ്വന്തം ഭവനത്തിലൊരു സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ വസ്ത്രധാരണം, അവരുടെ സംഭാഷണം, അവർക്ക് ഓടിക്കളിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തും എടുത്ത് കഴിക്കാം. സ്വാതന്ത്ര്യമാണ്. ശരിക്കും ആ വീടിന് പുറത്തല്ലേ കുറച്ചുകൂടെ വിശാലത. ഒരു റോഡിൽ ഇറങ്ങുമ്പം അവിടെ അല്ലേ കുറച്ചുകൂടെ വിശാലമായ സ്ഥലം. പക്ഷേ ആ വിശാലമായ സ്വാതന്ത്ര്യത്തെ അല്ല ഇവിടെ പറയുന്നത്. ഒരു മകന് ഒരു ഭവനത്തിനകത്തുള്ള, അവന്റെ ഭവനത്തിനകത്തുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം, എന്തും അനുഭവിക്കാൻ, തൻ്റെ അവകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം ആസ്വദിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ആക്ച്വലി കർത്താവ് നമുക്ക് വരുത്തിയ സ്വാതന്ത്ര്യം. കാരണം നമ്മൾ ദൈവവചനത്തിൽ കാണുമ്പോൾ സങ്കീർത്തനം 8-5 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യനെ ദൈവം അല്പമാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. 6 വാക്യം പറയുന്നത്, അവന്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കി. നമുക്കറിയാം, ആദാം പാപം ചെയ്തപ്പോൾ വീണുപോയ ആദാമിന്റെ തലമുറയിൽ ജനിച്ച അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബീമേലെക്കിന്റെ വീട്ടിൽ സൗഖ്യമുണ്ടായി. ആദാമിന്റെ തലമുറയിൽ ജനിച്ച ആള് തന്നെയാണ് മോശ. ആ മോശ കൽപ്പിച്ചപ്പോൾ മഴ പെയ്തു, മഴ നിന്നു. ജീവജാലങ്ങൾ പോലും മോശ പറയുന്ന അനുസരിച്ച് ചലിച്ചു. കടൽ പോലും മോശ പറയുന്നതിനെ അനുസരിച്ചു. കാറ്റനുസരിച്ചു. നമുക്കറിയാം, യോശുവ സൂര്യനോടും ചന്ദ്രനോടും അവിടെ നിൽക്കാൻ പറഞ്ഞപ്പം അവ അവിടെ നിന്നു. അപ്പൊ മനുഷ്യന് അധികാരം ഉണ്ടായിരുന്നു. ആദമിൽ നിന്ന് ജനിച്ച ആ തലമുറയിൽ പോലും നമ്മൾ അധികാരത്തെ കാണുന്നു. എന്നാൽ ഇതെല്ലാം അവർ അനുഭവിക്കുമ്പോഴും അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ദൈവത്തോടുണ്ടായിരുന്ന കൂട്ടായ്മ. ദൈവത്തോടുണ്ടായിരുന്ന കൂട്ടായ്മ മാനവജാതിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അധികാരമുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ നടക്കും, ഒക്കെ ശരിയാണ്, എല്ലാം ശരിയാ. നമുക്കറിയാം, ശൗല് മുതലുള്ള ഇസ്രായേലിന്റെ രാജാക്കന്മാർ ദേശത്തെ വാണു.
ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെപ്പോലും വാണു. അങ്ങനെ നമ്മൾ അവിടെ കാണുന്നു. അപ്പൊ അവർക്ക് അധികാരമില്ലാഞ്ഞിട്ടല്ല, അധികാരം നഷ്ടപ്പെട്ടു എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അധികാരം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്ത് ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരാജയം. നമ്മൾ മനസ്സിലാക്കുന്ന ആദം വീണ ഉടനെ അവന്റെ അധികാരം നഷ്ടപ്പെട്ടു. ഇല്ല, അധികാരം പിന്നത്തതിൽ അധികാരം ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആദാമ്യ തലമുറയിൽ ജനിച്ചവരെല്ലാം അധികാരം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നഷ്ടപ്പെട്ടത് അധികാരം എന്നതിനപ്പുറത്ത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? യഥാർത്ഥത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ബോൾഡ്നെസ്, ധൈര്യം. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ അത് അവന്റെ അധികാരത്തെ തിരിച്ചറിയാനും അവൻ സാഹചര്യങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാനും കഴിവുള്ളവനായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവി വലിയതാണ്. അത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം ഹൃദയത്തെ പിശാച് അടച്ചു കളയും. നാം തിരിച്ചറിയണം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചൊരു കാര്യം, പുത്രത്വം, ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന പദവി, അത് നമുക്ക് മടക്കി ലഭിച്ചു. മുൻപതിന് സാധ്യതകളില്ലാതിരിക്കെ, അതിന് വഴികളെല്ലാം അടഞ്ഞുപോയിരിക്കെ, ദൈവ സാന്നിധ്യം കാണുമ്പോൾ പേടിച്ചു വിറയ്ക്കുന്ന ജനം. സീനായ് മലയിൽ ദൈവം ജനത്തോട് സംസാരിക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ ഇറങ്ങി വന്നപ്പോൾ ജനം പറഞ്ഞു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുത്, മോശ സംസാരിച്ചാൽ മതി. ഭയം. മാത്രമല്ല, നമ്മളവിടെ പലപ്പോഴും കാണുന്നുണ്ട് ദൈവജനം ആ ദൈവ സാന്നിധ്യത്തെ വേണ്ട പോലെ വില കൊടുക്കാതിരുന്നപ്പോ അവർ വീണു മരിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് അധികാരമല്ല, ദൈവത്തിന്റെ പിതൃത്വം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം അവർക്കില്ലാതെ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം തന്നു. അത് ദൈവം തന്ന അധികാരമാണ്, ദൈവത്തിന്റെ മക്കളാകാനായിട്ട്. ദൈവത്തിന്റെ മക്കളാകുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലല്ല, ശരിക്കും അറിവില്ലായ്മയിൽ നിന്നുള്ള വിടുതലാണ്. അവിടെ ആരെയും അടിമകളാക്കി കെട്ടിയിട്ട് അടിമകളാക്കിയിരിക്കുകയല്ല, പക്ഷെ ഹൃദയത്തിന്റെ തിരിച്ചറിവില്ലായ്മ കൊണ്ട് അടിമകളായിരിക്കുക. മക്കളായി അവൻ സൃഷ്ടിച്ചിട്ടും മക്കളാണെന്നുള്ള ബോധ്യത്തിൽ അവരെ ആക്കിയിട്ടും അവർക്കത് തിരിച്ചറിയാതെ പോയി. ആ തിരിച്ചറിവില്ലായ്മയുടെ മാറ്റം, തിരിച്ചറിവില്ലായ്മയെ മാറ്റിയെടുക്കാനായിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മളെ മക്കളും അവകാശികളും ആക്കി തീർക്കാന്നുള്ളത്. വീണ്ടെടുപ്പ് വില കൊടുത്തു, അടിമത്വത്തിൽ നമ്മളെ മാറ്റി, ബന്ധനത്തിൽ നിന്നതിനപ്പുറത്ത്, അടിമത്വത്തിൽ നിന്നതിനും അപ്പുറത്ത്, അജ്ഞത എന്നതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട്, അറിവില്ലായ്മ. കർത്താവ് എന്നെ സ്നേഹിക്കുന്ന സ്നേഹം എത്രത്തോളം വലുതാണെന്ന് അറിവില്ലാതെ പോയി. ആ സ്നേഹത്തിന്റെ തിരിച്ചറിവ് മാനവജാതിയിൽ അധികാരം മടക്കി ലഭിച്ചതല്ല, കൂട്ടായ്മ മടക്കി ലഭിച്ചു പിതാവുമായിട്ട്. അതുകൊണ്ടാണ്
മത്തായിയുടെ സുവിശേഷം 1-22 വാക്യത്തിൽ പറയുന്നത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേര് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധ്യം അതാ, ദൈവം നമ്മോട് കൂടെ. ആ ബോധ്യമാണ് യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനം മാനവജാതിക്ക് നൽകിയത്. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്ന അവസ്ഥ എന്ന് ചോദിച്ചാൽ, രോഗബന്ധനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കടഭാരത്തിന്റെ ബന്ധനം, പൈശാചിക ബന്ധനം. ആക്ച്വലി ബന്ധനം അതല്ല. ബന്ധനം നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ബന്ധനം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് നമ്മുടെ ബന്ധനം യഥാർത്ഥത്തിൽ. യേശുവിന്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും നമ്മെ ആ ബന്ധനത്തിൽ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്. ഏത് ബന്ധനമാണ്? അറിവില്ലായ്മയുടെ ബന്ധനം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും ദൈവം അവന് മകനെ നൽകി എന്ന് പറഞ്ഞു. കായീന് പേരിട്ടപ്പോ, ഹാബേലിന് പേരിട്ടപ്പോ എല്ലാം ദൈവിക ഇടപെടിയിൽ അവരെ കാണാൻ സാധിക്കും. അബ്രഹാം അങ്ങോട്ട് ചെന്ന് ദൈവത്തോട് സംസാരിച്ചല്ല, ദൈവം അബ്രഹാമിന്റെ അടുക്കൽ വന്നത്. ദൈവം കൂട്ടായ്മ, മനുഷ്യനോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. പക്ഷെ മനുഷ്യന്റെ ഉള്ളിൽ ഭയം, കുറ്റബോധം, അത് മനുഷ്യനെ സ്വസ്ഥതയില്ലാതെ മനുഷ്യനെ അലട്ടുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മാനവജാതി മുഴുവൻ തിരിച്ചറിയേണ്ട ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ആരുമാകട്ടെ, God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കും. ആ സ്നേഹത്തെ പ്രകടിപ്പിച്ചതാണ് ക്രൂശിൽ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സന്ദേശമാണ് ക്രൂശിൽ സ്വർഗം നമുക്ക് തന്നത്. അതിനപ്പുറം വലിയൊരു സന്ദേശമില്ല. അതെന്തുകൊണ്ടാണ്? ക്രൂശിൽ പുത്രനെ യാഗമാക്കി തന്നപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും നൽകുമെന്ന മെസ്സേജാണ് ആ ക്രൂശിൽ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ജീവിതത്തില് നിങ്ങളുടെ ചുറ്റുപാടുകളെ തകർക്കുന്നത് പോലെയും അടിമത്വത്തിന്റെ അവസ്ഥയിലാകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയേക്കാം. ചിലപ്പോൾ നമ്മൾ പറയും, ഇമോഷണലി ഞാൻ വളരെ വീക്കാണ്, എനിക്ക് വിശ്വാസം വളരാൻ സാധിക്കുന്നില്ല, എനിക്ക് ഇന്ന കുറവുകളുണ്ട്. യെസ്, കുറവുകളുണ്ടായേക്കാം. പക്ഷേ ആ കുറവുകളെ നോക്കി, ആ കുറവുകളെ കണ്ട് മുഷിഞ്ഞ് തളർന്നു പോകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. സത്യം തിരിച്ചറിയാനായിട്ട്, അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, മക്കളെന്ന പദവിയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഗലാത്യലേഖനം 5-ാം അധ്യായത്തില് പറയുന്ന സ്വാതന്ത്ര്യം അതാ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദേശം. അതിൽ ഉറച്ചു നിൽപ്പിൻ. അപ്പൊ അവിടെ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ 4-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യം, ഗലാത്യലേഖനം 4:5, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. 4-ാമത്തെ വാക്യത്തിൽ അത് കുറച്ചുകൂടെ വിശദമായിട്ട് അതിന്റെ കാര്യം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചു. അവനെ നിയോഗിച്ചയച്ച് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താ?
ന്യായപ്രമാണത്തിന് കീഴിൽ വരെ വിലയ്ക്ക് വാങ്ങി നമ്മളെ നീതിമാന്മാരാക്കിയെന്നോ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആക്കിയെന്നോ അതെല്ലാം തുടർന്നു വരുന്നതാണ്. ആർക്ക്? പുത്രത്വം പ്രാപിച്ചവർക്കുള്ളതാണത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ആ പുത്രത്വത്തിന്റെ ബോധ്യം വരുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യം അകത്ത് വരുമ്പോൾ, പുത്രത്വത്തിന്റെ ബോധ്യമാണ് നമ്മുടെ അകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ധൈര്യമുള്ളവരാക്കി മാറ്റുന്നത്. പുത്രത്വത്തിന്റെ ബോധ്യമാണ്. ചുറ്റുപാടുകളിലെ സാഹചര്യങ്ങളെല്ലാം നമ്മളെ വെല്ലുവിളിക്കുന്നതായിരിക്കും. അകത്തും പുറത്തും ഒരുപോലെ ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്, സംശയങ്ങളുടെ മുന്നിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, എനിക്ക് എന്നെ തന്നെ മനസ്സിലാകുന്നു, എനിക്ക് എന്നോട് തന്നെ ദേഷ്യം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ അതായിരിക്കാം. പക്ഷെ നിങ്ങൾ മറക്കരുത്, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ അയച്ചത് നമ്മളെ മക്കളാക്കാനായിട്ട്, പുത്രന്മാർ, ദൈവത്തിന്റെ മക്കളാകാനായിട്ട്, ദൈവമക്കളാകാനായിട്ട്. അച്ഛനും ഇങ്ങനെ പറഞ്ഞ, അതുകൊണ്ട് നമ്മൾ മക്കളാകൊണ്ട്, അല്ല നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ അല്ല ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സുപുത്രന്റെ ആത്മാവ്, സുപുത്രന്റെ ആത്മാവിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ, സുപുത്രന്റെ, അതായത് പിതാവിന്റെ സ്വന്തം പുത്രന്റെ ആത്മാവിനെ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിട്ട്, അതെ മറക്കരുത്, ഇവിടെ പറയുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അബ്ബാ എന്ന് വിളിക്കുന്ന, പിതാവേ എന്ന് വിളിക്കുന്ന, അതെ ഹല്ലേലൂയ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ അത് നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കും. നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ആത്മാവ് അതാണ്. നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ബലം അതാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്ന ധൈര്യം അതാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എത്ര വെല്ലുവിളികളുടെ മുമ്പിൽ നിങ്ങൾ നിന്നോട്ടെ, ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ഭീതിപ്പെടുന്ന പോലെ നിങ്ങളുടെ ജീവിത സാഹചര്യം ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ മടുക്കരുത്. യേശു തന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ നിങ്ങളെ ആക്കി തീർത്തത് ഏതോ ഒരു മതത്തിന്റെ ഭാഗമായിട്ട്, മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിറപടിയാ നിവർത്തിക്കുന്ന ഭക്തന്മാരായിട്ടല്ല, ദൈവത്തെ ദൂരെ നിന്ന് താണു വീണ് നമസ്കരിക്കുന്ന, ദൈവത്തെ ഭീതിയോടെ കണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഭയത്തോടെയും ഭീതിയോടെയും കാണുന്ന ആ നിലയിലല്ല, എന്നാൽ ഒരു പിതാവിനോടുള്ള ഭയഭക്തിയോടെ, പിതാവിനോടുള്ള സ്നേഹബഹുമാനത്തോടെ, അതേ അവന്റെ അടുക്കൽ ഓടിയെത്തുവാനായിട്ട് അതിനുവേണ്ടിയുള്ള വഴി തുറക്കുകയാണ് യേശു ക്രൂശിൽ നിവർത്തിച്ച ഏറ്റവും വലിയ പ്രവൃത്തി. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുക. പിതാവിനോടുള്ള അവകാശത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത് പിതാവിനെ അറിയാത്തതുകൊണ്ട്, പുത്രന്മാരാണെന്നുള്ള അറിവ് നിങ്ങൾക്കില്ലാതെ പോയതാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആമേൻ അറിവില്ലായ്മ. അതായത് വേണ്ടതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തതിന് കാരണം നിങ്ങൾക്ക് വേണ്ടതുപോലെ പിതാവിനെ അറിയാത്തതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും എന്നെയും കർത്താവ് വിളിച്ചാക്കി വെച്ചിരിക്കുന്ന പിതാവിനെ അറിഞ്ഞ് പുത്രത്വം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരായി മാറാനായിട്ടാണ് കർത്താവ് നിങ്ങളെയും എന്നെയും ആക്കി വെച്ചിരിക്കുന്നത്. അത് ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ പുത്രത്വത്തിന്റെ ബോധ്യം അത് കർത്താവ് നിങ്ങളിൽ കൂടെ, നിങ്ങളിലും എന്നിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെ, തളർന്നുപോയി, പരാജയപ്പെട്ടു പോയി, ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും തോറ്റുപോയി, എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ തെറ്റായ തീരുമാനമെടുത്തു, തെറ്റായ രീതി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ തെറ്റായി ചെയ്തതിനെ പോലും, നിങ്ങൾ റോങ് ആയിട്ട്, നിങ്ങൾ അബദ്ധം കാണിച്ചതിനെ പോലും അത്ഭുതമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. വിശ്വസിച്ചേ, ദൈവത്തില് നിങ്ങളുടെ ഉള്ളിൽ ആ ഉറപ്പുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തില് 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. വിശ്വസിക്കുക. വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ ഒന്ന് ജ്വലിപ്പിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസം ഉണ്ട്.
അത് നമ്മൾ പലപ്പോഴും റോമാലേഖനം 10:17 കാണുന്ന ഇങ്ങനാണ്: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വളരാനായിട്ട്, വിശ്വാസം വർദ്ധിക്കാനായിട്ട്, വിശ്വാസത്തിന്റെ വർധനവിന് നമ്മൾ വചനം കേൾക്കണം. നമ്മൾ അറിവ് ലഭിക്കാനല്ല വചനം കേൾക്കേണ്ടത്. അറിവ് ലഭിക്കാനായിട്ട് വേറെ ഒത്തിരി വളരെ വേറെ പല വിധത്തിലുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ വർദ്ധിക്കാനായിട്ട് ദൈവവചനമല്ലാതെ വേറൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമോ, ദൈവവചനത്തെ മനസ്സിലാക്കുമോ, അത് അറിവിന് വേണ്ടി ആയിരിക്കരുത്, വിശ്വാസത്തിൽ വർദ്ധിക്കാൻ, വിശ്വാസത്തിൽ വളരാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മക്കളാണെന്നുള്ള പദവി നമ്മൾ തിരിച്ചറിയണം. നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാകും. പ്രൈസ് ഗോഡ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ 2 വാക്യങ്ങളെ ഞാൻ ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ആ ക്രിസ്തു എന്ന നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ക്രിസ്തുവിനെ കൈക്കൊണ്ടവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം, മക്കളായി തീരാനുള്ള അധികാരം, പുത്രത്വത്തിന്റെ അധികാരം, മക്കളാവുക എന്ന വലിയ അധികാരത്തിന്റെ തലത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുക. ആമേൻ. പ്രൈസ് ഗോഡ്. ആ അധികാര തലത്തിലേക്ക് കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുക. പ്രൈസ് ഗോഡ്. ആ നിലയിലുള്ള അധികാരത്തിലേക്ക് കർത്താവ് നമ്മളെ മാറ്റിയപ്പോൾ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ന്യായപ്രമാണത്തെക്കുറിച്ച് അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിന് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. 16-ാമത്തെ വാക്യം: അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. കൃപമേൽ കൃപ. എന്നാൽ അവിടെ അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ കൃപയും സത്യവും യേശു മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം ലഭിച്ചു. ന്യായപ്രമാണം അനുസരിക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ കൃപ പറയുന്നു, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലല്ല, ന്യായപ്രമാണം അനുസരിച്ച് പ്രവർത്തിച്ചവനിൽ വിശ്വസിക്കുക. ന്യായപ്രമാണത്തിന്റെ സകല പ്രവൃത്തിയും ക്രൂശിൽ പൂർത്തിയാക്കിയവനിൽ വിശ്വസിക്കുക. ഇവിടെ നിങ്ങൾ പ്രവർത്തിച്ച്, നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് ചെയ്തല്ല നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങളുടെയും എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനിൽ വിശ്വസിക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോഴങ്ങനെ കൃപയും സത്യവും. എന്താണ് കൃപയും സത്യവും? നമുക്ക് കൃപ ലഭിച്ചു. കൃപ ലഭിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറി, നീതീകരിക്കപ്പെട്ടു, പാപം ക്ഷമിച്ചു. ഇതുവരെ ആകൃത്യത്തിന്റെ പടുകുഴി കിടന്ന നമ്മളെ, കുറ്റബോധത്തിന്റെ പടുകുഴി കിടന്ന നമ്മളെ ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി മാറ്റി. കൃപയാൽ, കൃപ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചു, ലംഘനങ്ങളെ ക്ഷമിച്ചു, മക്കളാക്കി നമ്മളെ മാറ്റി. അങ്ങനെ നിങ്ങളെ എന്നെ മക്കളാക്കി മാറ്റിയപ്പോ, കൃപയാൽ നാം മക്കളായി തീർന്നപ്പോ, സത്യം, കൃപയും സത്യവും. സത്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ, യോഹന്നാൻ 8:32, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ കൃപയാൽ നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ മക്കളായി തീർന്ന നിങ്ങളും ഞാനും ഇനി വീണ്ടും വീണ്ടും കൃപ അല്ല. ആമേൻ. ഞാൻ മകനായി തീർന്നു എന്നതിന്റെ അവകാശ ബോധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി കൃപയിലല്ല ഞാൻ നിൽക്കുന്നത്. കൃപ എന്നിലുണ്ട് നിശ്ചയമായിട്ടും. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും കൃപയാലല്ല, കൃപയാൽ ഞാൻ മകനായി തീർന്നത് കൊണ്ട്
പുത്രത്വത്തിന്റെ അവകാശം, പിതാവ് എനിക്ക് തരുന്ന പുത്രന്റെ അവകാശങ്ങളാണ് ഇന്ന് എൻ്റെ രോഗസൗഖ്യം, എൻ്റെ വിടുതൽ, എൻ്റെ സമൃദ്ധി, എൻ്റെ സന്തോഷം, എൻ്റെ സകലതും പിതാവ് എനിക്ക് പുത്രൻ എന്ന നിലയിൽ അവകാശമാക്കി തന്നതാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ നിങ്ങൾ വീണ്ടും നിലവിളിക്കുന്ന, കരഞ്ഞു നിലവിളിക്കുന്ന ദാസ്യ മനോഭാവത്തോടെയല്ല, കരഞ്ഞു നിലവിളിക്കുന്ന അടിമത്വത്തിന് മനോഭാവത്തോടെയല്ല. കൃപ എന്നെ മകനാക്കി തീർത്തു. ഞാൻ കൃപയുടെ കീഴിലായിരുന്നു, പക്ഷേ ഇന്ന് ആ കൃപ എന്നെ മകനാക്കി തീർത്തപ്പോൾ ഇപ്പോൾ ഞാൻ പുത്രത്വത്തിന്റെ സകല അധികാരങ്ങളും അനുഭവിക്കുന്നവനായി വാഴുന്നു, ജീവിക്കുന്നു എന്ന ബോധ്യം. അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം സത്യത്തിൽ ഞാൻ സ്വതന്ത്രനായി പുത്രത്വത്തിന്റെ അവകാശമുള്ളവനായി മാറി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആ പുത്രത്വമില്ലേ, അതാണ് യഥാർത്ഥ അഭിഷേകം. അഭിഷേകം, അനോയിന്റിങ് എന്ന് പറയുന്നത് നമ്മളെ രാജാക്കന്മാരായിട്ടോ പുരോഹിതന്മാരായിട്ടോ ആക്കി തീർത്തതല്ല, എന്നെ മകനാക്കി തീർത്തു. അപ്പൊ ആ മകൻ എന്ന് പറയുന്ന തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിത സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നതാണ് അഭിഷേകം. അത് ഭാവപ്രകടനങ്ങളിൽ ഒതുങ്ങിത്തീരാനുള്ളതല്ല, കയ്യടിയോ ബഹളത്തിലുള്ളതിലോ എന്തിലോ ഒന്ന് ഒതുങ്ങിത്തീരാനുള്ളതല്ല. അതിനപ്പുറമായി മകനാണ്, മകളാണെന്നുള്ള തിരിച്ചറിവോടെ സാഹചര്യങ്ങളെ വാഴുന്നവരായി മാറുക, അതിനാണ് നമ്മുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ, ഈ തിരിച്ചറിവോടുകൂടെ സാഹചര്യങ്ങളെ ആമേൻ അഭിമുഖീകരിക്കാം, ജയാളികളായി ജീവിക്കാം. എൻ്റെ അഭിഷേകം എന്നെ മകനാക്കി നിർത്തിയിരിക്കുകയാണ്. പുത്രത്വത്തിന്റെ അഭിഷേകമാണ് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനും എന്നെ തകർക്കാൻ, പരാജയപ്പെടുത്താൻ സാധ്യമല്ല. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞ് കർത്താവേ, രോഗസൗഖ്യം, ഞങ്ങളുടെ വിടുതൽ, ഞങ്ങളുടെ അത്ഭുതം, ഞങ്ങളുടെ സമൃദ്ധി, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സമാധാനം, ഞങ്ങളുടെ ആത്മാവിന്റെ അധികാരം, ഞങ്ങളുടെ അകത്തുള്ള സ്നേഹം, ദൈവകൃപ സകലതും വെളിപ്പെട്ടു കഴിഞ്ഞു. ക്രൂശിൽ യേശുവിലൂടെ അത് ഞങ്ങളുടെ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ വാഴാൻ കർത്താവെ സഹായിക്കണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ സൗഖ്യവും വിടുതലും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകാൻ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. എല്ലാ ഭിന്നതകളും, എല്ലാ ഭാരങ്ങളും, ഹൃദയത്തെ തകർക്കുന്ന എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്ത് മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗാഡ് ബ്ലസ് യു. ആമേൻ.